പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. താറ എന്ന് പറയുന്നത് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചു ചേരുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ്. മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ചിത്രത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ പോസ്റ്റർ പുറത്തു വരുന്നത് മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്നാണ് മോഹൻലാലിൻ്റെ പോസ്റ്റർ പങ്കുവെക്കുന്നത്. മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് മമ്മൂട്ടിയുടെ പോസ്റ്ററും ഒരേ ടൈമിൽ പങ്കുവെക്കുന്നു. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഈ സിനിമ നൽകുന്ന തുല്യ പ്രാധാന്യം തന്നെയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നയൻതാരയുടെ പോസ്റ്ററാണ് ആദ്യമേ പുറത്തു വിടുന്നത്. രാജീവ് മേനോൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഇവരുടെ പോസ്റ്ററുകൾ ഓരോരുത്തരുടേതായിട്ട് പുറത്തു വരുന്നു. അപ്പം സോഷ്യൽ മീഡിയ ഇന്ന് കത്തിച്ച സംഭവം തന്നെയാണ് മോഹൻലാൽ, മമ്മൂട്ടി, മഹേഷ് നാരായണൻ്റെ ചിത്രത്തിലെ പോസ്റ്ററുകൾ പുറത്തുവിട്ടത്. അതുപോലെ തന്നെ നാളെ 2026 ജനുവരി 26 10:10 ഇതിൻ്റെ ഒരു ബിഗ് അപ്ഡേറ്റ് പുറത്തു വിടുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു പക്ഷേ ട്രെയിലറാകാം, ടീസറാകാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം. ഏപ്രിൽ മാസം നമ്മൾ കാത്തിരിക്കുന്നതാണ്. ഈ വെക്കേഷൻ കാലത്ത് 2026 വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് മഹേഷ് നാരായണൻ്റെ ചിത്രം. അത് ഏപ്രിൽ മാസം തന്നെ ഇതിൻ്റെ റിലീഫ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ദൃശ്യം 3ക്കുള്ള ഹൈപ്പൊന്നും ഈ ചിത്രത്തിന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴും ദൃശ്യം വേറെ ലെവലാണ്. ഇതിന് അത്രമേൽ ഹൈപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം മലയാളത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുടക്കുമുതൽ ഉള്ള ചിത്രമാകാം, അതുപോലെ ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്ത ചിത്രം, അതുപോലെ തന്നെ അനേകം രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത ചിത്രം, ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഹൈപ്പ് ഈ ചിത്രത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ശ്രദ്ധേയമായ കാര്യം. ഹൈപ്പ് താമസിക്കാതെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് കത്തിക്കും. 2026 കത്തിക്കാനുള്ള സാധനം തന്നെയാണിത്. കാരണം ഒരു 100 കോടി, 200 കോടി, 300 കോടി റേഞ്ചിലൊക്കെ ഈ ചിത്രം എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 500 കോടിക്ക് മുകളിലോ. മലയാള സിനിമ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ലാലേട്ടൻ തന്നെയാണ് ഇതിനകത്തൊരു പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്, അല്ലേ? അപ്പം 2026 സംബന്ധിച്ച് മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ നിൽക്കുമ്പോൾ എല്ലാവരും കളക്ഷൻ, ബോക്സ് ഓഫീസ് കത്തിക്കുന്ന സാധനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നാളെ അതുപോലെ നാളത്തെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് മഹേഷ് നാരായണ ചിത്രത്തെ പറ്റിയുള്ള പ്രതീക്ഷകളും ഒക്കെ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം.